ചിലരുടെ നിലപാടുണ്ട്. ഈ തിരയൊന്നങ്ങോട്ട് ഒഴുകിയിട്ട് പോയിട്ട് വേണം എൻ്റെ തോണി ഇറക്കാൻ. അപ്പോൾ ഒരു തിരയ്ക്ക് പിന്നാലെ വേറെ തിര, പിന്നെയും തിര, പിന്നെയും തിര വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഇവർക്കറിയില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ തിര ഒഴിഞ്ഞിട്ട് എൻ്റെ തോണി ഇറക്കാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. ദിലീപിൻ്റെ കാര്യം പറഞ്ഞത്. ദിലീപിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കാനായിട്ട് നമ്മുടെ ഫെക്ക തീരുമാനിച്ചു. അപ്പോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. കാരണം സുപ്രീം കോടതി നിരപരാധി എന്ന് പറയണം, എന്നാലേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം തിരിച്ചെടുത്ത് സുപ്രീം കോടതി വീണ്ടും പറയാണ് കുറ്റവാളിയാണെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയെ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും പുറത്താക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതുവരെ വെയിറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ അത് നടക്കില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ സാറ് പറഞ്ഞത്. അപ്പോൾ എന്തുണ്ടായി? ഭാഗ്യലക്ഷ്മി രാജിവെച്ചു. അത് അവർക്ക് തന്നെയാണ് നഷ്ടം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിലീപ് കാരണം അവർക്ക് കഴിഞ്ഞ വർഷം 2 സിനിമ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു. പല സിനിമകളും ക്യാൻസലായി എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഈ സംഘടന അവരായിട്ട് ഉണ്ടാക്കിയതാണ്. അവിടെ നിന്ന് പുറത്ത് പോരുമ്പോൾ ആ തറവാട്ടിൽ നിന്ന് ഇറങ്ങിയ പോലെയായി. അപ്പോൾ നമ്മുടെ സ്വാർത്ഥ താല്പര്യത്തിന് നമുക്ക് പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. അത് പോട്ടെ. പിന്നെ അമ്മയിലേക്ക് തിരിച്ചെടുക്കണം എന്നുള്ളൊരാവശ്യമുണ്ട്. അമ്മ അന്ന് പുറത്താക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് അഗ്നിശുദ്ധി വരുത്തി എന്ന് വരുന്നോ അന്ന് അമ്മയിലേക്ക് തിരിച്ചെടുക്കുന്നു. ഇപ്പോൾ അഗ്നിശുദ്ധി വരുത്തി വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എതിർപ്പുകളുണ്ട്. കുഞ്ചാക്കോ ബോബൻ, പൃഥ്വിരാജ് ഇവർ രണ്ടുപേരും പറയണം തിരിച്ചെടുക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയോ അല്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്ന് അത് കഴിഞ്ഞ് സുപ്രീം കോടതിയെ പോകും. അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് 2 പേർക്കും പണ്ടേ ക്രിമികടിയാണ് ദിലീപിനോട്. നമ്മുടെ പൃഥ്വിരാജിൻ്റെ തടസ്സം നിൽക്കുന്നത് ദിലീപാണ്. കാരണം എന്താ വെച്ചാൽ ദിലീപ് എല്ലാ റോളും ചെയ്യും. ആക്ഷനും ചെയ്യും, കോമഡിയും ചെയ്യും, സെൻറ്റിമെൻറ്റ്സും ചെയ്യും, ക്യാരക്ടർ റോളും ചെയ്യും. പൃഥ്വിരാജിനൊന്നും നടക്കില്ല. പൃഥ്വിരാജിന് ആകെ ബലം പിടിച്ച് ഇടികൂടാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അത് ദിലീപ് ഒരു തടസ്സക്കാരനാണ്. അമ്മയിൽ വന്നാൽ അവിടെ ഒരു ബലവാനായിട്ട് മാറും. ഒരുപാട് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യും. അതൊരു തടസ്സമാണ്. കുഞ്ചാക്കോ ബോബൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ചാക്കോ ബോബന് ഒരു സിനിമ വിചാരിച്ച 10 ഒരു സിനിമ വിജയിച്ച് കഴിഞ്ഞാൽ 10 സിനിമ പൊളിയും. പ്രൊഡ്യൂസറെ കീശ പൊളിയും. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി ദിലീപും കൂടി അമ്മയിലേക്ക് തിരിച്ചു വന്നാൽ അത് വലിയൊരു വെല്ലുവിളിയായിട്ട് മാറും കുഞ്ചാക്കോയ്ക്ക്. കുഞ്ചാക്കോ പൃഥ്വിരാജ് വരെയൊക്കെ ശക്തമായിട്ട് ദിലീപിനെതിരെ കോടതിയിൽ സാക്ഷി പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് കാരണം. പക്ഷേ കോടതി തെറ്റുകാരനല്ല എന്ന് പറഞ്ഞൊരു വ്യക്തിനെ സംഘടനയിലേക്ക് തിരിച്ചെടുക്കുക, അതാണ് ശരിക്കുള്ള മാനദണ്ഡം. അതാണ് മാന്യത. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹത്തിനതിനുള്ള അവകാശമുണ്ട്. ഇത്രയും നമുക്ക് പറയാനുള്ളൂ. ഇനിയെല്ലാം നിങ്ങളുടെ സംഘടന തീരുമാനിക്കട്ടെ.